എന്താണ് ഇന്നലെ ഉണ്ടായ അനുഭവം? നമസ്കാരം, എൻ്റെ ഒരു സുഭാഷണ. ഞാൻ ഇപ്പോൾ 4ാമത്തെ ദിവസമായി വീട്ടിൽ നിന്ന് വന്നിട്ട് 3 ദിവസം നൈറ്റ് ഇവിടെ ഹാൾട്ടിങ് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ കഴിയുമ്പോൾ 1:30-1 മണി ആ ടൈമാണ്. പിന്നെ വണ്ടിയിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറി ഏതെങ്കിലും പെട്രോൾ പമ്പിൽ പോയി കുളിക്കും, ഭക്ഷണം കഴിക്കും, കിടക്കുമ്പോൾ 2 മണി. അപ്പോൾ ഡ്യൂട്ടി പറഞ്ഞങ്ങനെ 6 മണിക്കായിരിക്കും പറഞ്ഞത്. 4:30 രാവിലെ 6 മണി. രാവിലെ 6 മണിക്ക്. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ കിട്ടുന്ന സമയം ചിന്തിച്ച് നോക്കാം. 12 മണിക്ക്. അപ്പോൾ ഇന്നലെ ഞാൻ അവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞെങ്കിൽ ഞാൻ പറയാം, എനിക്ക് പേര് വേണ്ട ഹോട്ടൽ പേര് വേണ്ട. അപ്പോൾ ഞാൻ രാവിലെ 5:30 മണിക്ക് കുളിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ഞാൻ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ണങ്കാല് വെള്ളത്തിക്കടെ ചവിട്ടി. ഈ ചവിട്ടിയപ്പോൾ സ്മെല്ലടിച്ചു. അപ്പോൾ തോന്നി ബാത്റൂമിലെ വെള്ളമാണ്. ഇതാണ് ഞാൻ കിടക്കുന്ന ഡോക്ടേഴ്സ് മീറ്റിങ്ങിൻ്റെ ഹോട്ടൽ. ഒന്ന് കാണണം സുഹൃത്തുക്കളെ. ഇനി താഴെ ഇറങ്ങി ചെല്ലുക. ഇത് ഇറങ്ങി ചെല്ലട്ടോ. മാലിന്യ കൂമ്പാരങ്ങൾ ഇങ്ങനെ കൂന്നും കൂടി കിടക്കുക. ശ്രദ്ധിച്ചോട്ടോ. ഇനി ഞാൻ കാലെടുത്ത് വയ്ക്കാൻ പോണ ഈ ബാത്റൂമിൽ നിന്ന് വന്ന വെള്ളത്തിലേക്കാണ്. വെള്ളവും കണ്ണങ്കാലിന് വെള്ളമുണ്ടോ? ഈ ബാത്റൂമിൽ നിന്ന് വന്ന അപ്പി വെള്ളം. ഇത് പോയിട്ട് ഇതെവിടെ ഒന്ന് കണ്ടോട്ടോ, ശരിക്കും കണ്ടോട്ടോ. ആലപ്പുഴ പുന്നമടക്കായലിൽ ചെറിയൊരു ബോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനത് കയറി കാണാം. ഇനി അടുത്ത റൂമിലേക്ക് കയറുക. ബാത്റൂം ഇവിടെ നിന്ന് വെള്ളം. ഈ സ്മെല്ല് വീഡിയോ കോളിൽ തരാൻ പറ്റില്ല, മൂക്ക് കുത്തി നിൽക്കുക. ഇതാണ് ഇവിടുത്തെ ഡ്രൈവേഴ്സ് യൂണിയൻ. ഇതിൻ്റെ ഇത് സ്റ്റാർലൈറ്റ് ഹോട്ടൽ. പൊളാന്ന് സൗണ്ട് കേട്ടോ. ഈ അപ്പി വെള്ളത്തിക്കടെ ചവിട്ടി കിടക്കുക. ഈ വെള്ളത്തിക്കടെയാണ് നടക്കണം. പൊന്നോ, ഡോറ് തുറന്നു. പിന്നെ എന്താ ചെയ്യാ? ഒരു ഷർട്ട് തൂക്കിയിടാൻ പോലുള്ള ഒരു സൗകര്യം ഇല്ലാത്ത, ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ഹോട്ടലാണ്. പിന്നെ നമുക്ക് കൊച്ചി തന്നെയാണ്. കൊച്ചി തന്നെ ഇവിടെ ഹൈവേയിൽ വൈറ്റ് ഫോർട്ട് ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോട്ടലാണ്. പിന്നെ സഹിച്ച് ഈ ഡോക്ടേഴ്സ് എന്ന് അറിയുന്നല്ലോ, ഇവർക്ക് നമ്മുടെ ഏജൻറ്റ് പറയും ഇത്ര ടൈമിൽ വണ്ടി കൊടുക്കുക. അവർക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയണ്ട. നമ്മൾ കുളിച്ചോ ഭക്ഷണം കഴിച്ചോ ഒന്നും അറിയണ്ട. അല്ല, ഗസ്റ്റിനെ പിന്നെ അത് അറിയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ പാക്കേജ് അവർ പൈസ കൊടുത്ത് പോകുമ്പോൾ പിന്നെ അവർ വേറെ ഒന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നിത്യന്തരില്ലാതെ അവിടെ നിന്ന് കുളിച്ചു. വീണ്ടും ഈ തിട്ടമ്പള്ളത്തിക്കടെ ചവിട്ടി നമ്മൾ തന്നെ. അപ്പോൾ ആ ബാത്റൂമിൽ നിന്ന് ഒരു ബക്കറ്റ് എടുത്ത്, അപ്പോൾ കഴിഞ്ഞ നരേന്ദ്രമോദി സാറിൻ്റെ ഒരു ഓട്ടത്തിന് ഓടിയപ്പോൾ ഞങ്ങൾക്ക് സാനിറ്റൈസർ തന്നിരുന്നു. ആ സാനിറ്റൈസറൊക്കെ ഇട്ട് തൂത്ത് കഴുകി വൃത്തിയായിട്ട് ഞാൻ വണ്ടിയിൽ കുളിച്ചിട്ട് പിന്നെയും കുളിക്കേണ്ടി വന്നു. ആ അവസ്ഥയാണ്. പക്ഷേ ഒരു 1-2 ഹോട്ടലുകളൊക്കെ നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 90% ഈ പറഞ്ഞ ആവശ്യങ്ങളൊന്നും നമ്മുടെ സ്മാർട്ട് സിറ്റി കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ദുരന്തം പകർന്ന് ഈ കിട്ടുന്ന കാശെല്ലാം കൊണ്ടുവന്ന് ആശുപത്രികളിൽ കൊടുക്കാൻ മാത്രമേ. ഈ 5-6 ദിവസം പാക്കേജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആശുപത്രി കയറാൻ നേരമുള്ളൂ. അതാണ് നമുക്ക് സത്യം പറയുന്നത്. യാതൊരു വിധത്തിലും സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മാനുഷിക പരിഗണന പോലും ഒരു വിധത്തിലും കിട്ടുന്നില്ല. സാറേ, ഈ വീഡിയോ നമ്മുടെ മുഹമ്മദ് റിയാസ് സാറ്, ഗണേഷ് കുമാർ സാറ് അവരുടെ മുമ്പിൽ ഇത് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റിയ വളരെ ഉപകാരം. തീർച്ചയായിട്ടും.